കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. രാവിലെ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഡൽഹിയിൽ യോഗം ചേരും. ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടായേക്കും. 55 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. തിരുവനന്തപുരം അടക്കം പല ജില്ലകളിലും വലിയ തർക്കം തുടരുകയാണ്. മത്സര സന്നദ്ധത അറിയിച്ച പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്ന കെ സുധാകരൻ എം പി രാവിലെ ഡൽഹിയിലെത്തും. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തും. സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സുധാകരൻ. സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഡൽഹിയിലേക്ക് തിരിച്ചുവരൂ എന്നായിരുന്നു നേരത്തെയുള്ള നിലപാട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ട എല്ലാ രേഖകളും ശരിയാക്കി കാത്തിരിക്കുകയാണ് അടൂർ പ്രകാശ്. ഈഴവ പ്രാതിനിധ്യം കണക്കിലെടുത്ത് ഇരുവർക്കും ഇളവ് നൽകിയേക്കുമെന്ന് സൂചനയുണ്ട്. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ UDF ചിത്രം തെളിഞ്ഞത് 3 മാത്രം. കോളത്ത് സിറ്റിംഗ് MLA എം വിൻസെന്റ് തന്നെ വീണ്ടും ജനവിധി തേടുമ്പോൾ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ പ്രചരണം തുടങ്ങി. VS ശിവകുമാർ, KS ശബരീനാഥൻ ഉൾപ്പെടെയുള്ളവർക്ക് ഏത് മണ്ഡലമാണെന്ന് തീർച്ചയായിട്ടില്ല. തിരുവനന്തപുരം CMPക്ക് നൽകാൻ ധാരണയായെങ്കിലും പ്രഖ്യാപനം നീളുകയാണ്. പാലക്കാട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നടൻ രമേശ് പിഷാരടി മത്സരിക്കും. കൂടാതെ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിച്ച KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP പുറത്തുവരാൻ പോകുന്നത് ജയത്തിലേക്കുള്ള പട്ടിക എന്നായിരുന്നു ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. സ്ഥാനാർത്ഥി പട്ടിക വരാൻ വൈകിയത് എന്തുകൊണ്ടാണെന്ന് പട്ടിക പുറത്തു വന്നു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. MPമാർ മത്സരിക്കുമെന്നും ഇല്ലെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സമയമാകുമ്പോൾ അതെല്ലാം പാർട്ടി തന്നെ വ്യക്തമാക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDFൽ തർക്കങ്ങളൊന്നുമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് വേണം തീരുമാനമെടുക്കാനെന്നും വിസ്മയങ്ങൾ തുടരുമെന്നും VD സതീശൻ വ്യക്തമാക്കി. 10 വർഷം കൊണ്ട് CPIM തകർന്നെന്നും അവരുടെ നേതൃത്വം അധപ്പതിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. മുഴുവൻ അഴിമതി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നേതാക്കളാണെന്നും തളിപ്പറമ്പിലെ കാര്യത്തിൽ UDF ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. ആന്തൂർ സാജന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ആളെയാണ് CPIM സ്ഥാനാർത്ഥിയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ഒരു തിടുക്കവുമില്ലെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് ആദ്യം പട്ടിക പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFൽ തർക്കം രൂക്ഷമാണെന്നാണ് റിപ്പോർട്ട്. പല മണ്ഡലങ്ങളിലും ഭിന്നതകളുണ്ട്. തീരുമാനമായ പല മണ്ഡലങ്ങളുടെ കാര്യത്തിലും ചർച്ചകൾ തുടരുകയാണ്. ആദ്യഘട്ട പട്ടിക വൈകാൻ കാരണം ഭിന്നാഭിപ്രായങ്ങളാണെന്നാണ് പുറത്തുവരുന്ന വിവരം.